ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബബ്ബപ്പ സിനിമ കണ്ടു. അതിൻ്റെ ഒരു റിവ്യൂ ആണ്. നമുക്ക് ഞങ്ങൾ 5 പേരാണ് പടം കാണാൻ പോയത്. 5 പേർക്കും പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരു സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കഥയാണ്. ആക്ച്വലി സിനിമയ്ക്കൊരു കഥ എന്ന് പറഞ്ഞ സാധനമില്ല കേസ്. ഓക്കെ, അവർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഈ സിനിമ എഡിറ്റ് ചെയ്ത് അല്ലെ സിനിമയ്ക്ക് കഥയൊന്നുമില്ല, ഇത് ചീറ്റിപ്പോകുമെന്ന് അറിഞ്ഞിട്ടാണ് ഇവർ മാഡ്നസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 എന്താ പറയുക തലക്കെട്ടോടെ ഈ സിനിമ വന്നതെന്ന് എനിക്കൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അതുപോലൊരു ലോജിക്ക് ഞങ്ങൾ ലോജിക്ക് നോക്കിയിട്ടില്ല. ഞാൻ റിവ്യൂസ് കണ്ടിട്ടാണ് പടം കാണാൻ പോയത് തന്നെ. എന്നിട്ട് പോലും ഞാൻ പ്രതീക്ഷയൊന്നും വെച്ചിട്ടില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷ വെക്കാണ്ട് ഒരു പടമാണ് ബബ്ബപ്പ എന്ന് പറഞ്ഞത്. ഇന്നലെ ട്രെയിലർ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. ടീസർ കണ്ടപ്പം നല്ല അത്യാവശ്യം പ്രതീക്ഷയോടെ കാണാൻ പോയൊരു പടം. ഇതുപോലൊരു പാഴ് പടമൊന്നും ചിന്തിച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, വിജയിൻ്റെ ഗില്ലി സിനിമേൻ്റെ ജിപ്സി കാണിക്കുമ്പം മറ്റേ ഈ പാട്ടുണ്ടല്ലോ, അതിനൊരു വെല്ല് അരിച്ചെന്ത സൊല്ല് ഇവനോട്ട് പേര് പൊയ്ക്കാര്, ആ പാട്ട് അത് എപ്പോൾ ജിപ്സി കാണിക്കുന്നു അപ്പം ആ പാട്ടിടും. പിന്നെ ലാലേട്ടനെ കാണിക്കുന്ന സീനകത്താണെങ്കിലും പിന്നെ ഒരു ഫൈറ്റ് സീനകത്ത് സോനാ സോനാ നീ 1-ാം നമ്പർ അതും, പിന്നെ മറ്റേ ബട്ട്ലർ സിനിമയിലെ ഒരു സോങ്, പിന്നെ ലാലേട്ടൻ്റെ സിനിമയിലൊരു സോങ്. ലാലേട്ടനെ കാണിക്കുക CID മുസക്കാറ് കാണിക്കുന്നു, അത് ഇത്. പിന്നെ പയ്യ സിനിമയിലെ ഇത്, പിന്നെ സുന്ദരി ഓട്ടോ സിനിമ, പിന്നെ രാജമാണിക്യത്തിലെ പെൻസ്, ഇത് കാണിച്ചിട്ട് അങ്ങനെ പോകുന്നു. അത് സത്യം പറഞ്ഞാൽ 10 പൈസയ്ക്ക് കൊള്ളാത്ത പോലെയാണ്. പക്ഷേ ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ ഇഷ്ടം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം, കാണാതിരിക്കുക, അതൊക്കെ നിങ്ങളെ പേഴ്സണലായിട്ടുള്ള. ഇത്രയ്ക്ക് ഞങ്ങൾ വെറുത്തുപോയി. ഋതുവൊക്കെ ഇരുന്ന് കരഞ്ഞ് കൂവായിരുന്നു. അതിനകത്ത് ആകെ കുത്തി കയറ്റി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, പഴയ കുറേ സിനിമകളുടെ മിക്സും അതും ഇതും. ഇതിനകത്ത് ആകെ ഇത്തിരി ചിരിക്കാൻ കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള കോമ്പോസിയും വന്നപ്പോഴാണ് ഞങ്ങളൊന്ന് ചിരിച്ചു പോയത്. പിന്നെ ആടുതോമേൻ്റെ മുണ്ട് പറഞ്ഞി, ഇതെല്ലാം ഉണ്ട്. അമ്മാതിരി ഒരു 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 മലങ്കട്ടിലിട്ട് സിനിമയാണിത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ പോയി കാണാം. ഇതാണ് എൻ്റെ റിവ്യൂ. ഇത് ചെറിയ ഷോർട്ട് റിവ്യൂ ആയിട്ട് ഇത്രയും പറഞ്ഞു. ഇത് പറയാൻ കിടക്കണ വലിയ കഥയാണ് ഗൈസ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് തിയേറ്ററിൽ പോയി കാണാം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പോയി കാണരുതെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ഞാൻ ദിലീപേട്ടൻ ഇത് കാണുമില്ലോ എന്ന് എനിക്കത്. കാണുവാണെങ്കിൽ ദിലീപേട്ട ഇനിയെങ്കിലും നല്ല വൃത്തിക്കുള്ള സ്ക്രിപ്റ്റ് എടുക്കുക, ഇതുപോലത്തെ ചാത്ത സാധനം എടുക്കരുത്. അപ്പം ഗൈസ് ബൈ.